സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. വയനാട്ടിലും ആറ്റിങ്ങലിലും 23 പത്രിക സമർപ്പിച്ചു. കുറവ് ഇടുക്കിയിലാണ്. 9 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8 ആണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി ആകെ 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. അവസാന ദിനം മാത്രം സമർപ്പിച്ചത് 149 പത്രികകൾ. 303 പത്രികകളിൽ കാസർഗോഡ് 11, കണ്ണൂർ 17, വടകര 15, കോഴിക്കോട് 19, മലപ്പുറം 14, പൊന്നാനി 18, പാലക്കാട് 13, ആലത്തൂർ 10, തൃശൂർ 13, ചാലക്കുടി 16, എറണാകുളം 18, കോട്ടയം 15, ആലപ്പുഴ 14, മാവേലിക്കര 12, പത്തനംതിട്ട 11, കൊല്ലം 12, തിരുവനന്തപുരം 20 എന്നീ നിലയിലാണ് പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് വയനാട്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ്, 23 വീതം. ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കിയിൽ 9 പത്രികകളാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ആറ്റിങ്ങലിലെ ശോഭാ സുരേന്ദ്രനും പത്രികകൾ പുതുക്കി നൽകി. കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായെന്ന സത്യവാങ്മൂലത്തോടെയാണ് പുതുക്കിയ പത്രിക. കഴിഞ്ഞ മാസം 28-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 8 ആണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPM ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായമെന്നാണ് CPI അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണമെന്നാണ് CPIM-ന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കോഴാഴിമതി ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ കണ്ണീർ നാടകവുമായി MK രാഘവൻ. ദേശീയ മാധ്യമം പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നിൽ കോഴിക്കോട്ടെ CPIM എന്ന് മറുപടി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ രാഘവൻ പിന്മാറിയപ്പോൾ മറുപടി നൽകിയത് DCC പ്രസിഡന്റ് സിദ്ദിഖാണ്. കോഴയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ MK രാഘവന് കഴിഞ്ഞില്ല. വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാൻ ആവാതെ പ്രതിരോധത്തിൽ ആവുകയായിരുന്നു MK രാഘവൻ. പുറത്തുവന്ന വീഡിയോയ്ക്ക് പിന്നിൽ തന്റെ ശബ്ദമാണെന്ന് ആദ്യം സമ്മതിച്ച രാഘവൻ പിന്നീടത് എഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. ചോദ്യങ്ങൾക്ക് മുൻപിൽ കണ്ണീർ പൊഴിച്ചായിരുന്നു പിന്നീട് മറുപടി. എനിക്കൊറ്റ അഭ്യർത്ഥന മാത്രമേ നിങ്ങളോടുള്ളൂ. നിങ്ങളെല്ലാം അറിയുന്നവരാണ്, നിങ്ങളെല്ലാം പരിശോധിക്കേണ്ടവരാണ്. എന്നെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും കൃത്യമായും നിങ്ങൾ പരിശോധിക്കണം, പഠിക്കണം. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കാൻ ഇനി ബാക്കിയില്ല. നമ്പിനാരായണൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ മാർഗമില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിയ MK രാഘവന് പകരം മറുപടി പറയാൻ എത്തിയ DCC പ്രസിഡന്റ് പീപ്പിൾ TVക്കെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. സംസാരിക്കാത്തതായ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് അത് പിന്നെ ദേശാഭിമാനിയിൽ വലിയ വാർത്ത, പീപ്പിളിൽ ചർച്ച, ഇതൊക്കെയായി സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീരമായി ഏറ്റെടുത്ത് ഇത് വളരെ മോശമായ തലത്തിൽ പോവുക. അതിപ്പോഴും നടക്കുക. വാർത്തയ്ക്ക് പിന്നിൽ CPIM ആണെന്നും ദേശീയ ചാനലുമായി CPIM-ന് ബന്ധമുണ്ടെന്നും സിദ്ദിഖ് ആരോപിച്ചു. 2 കോടി രൂപ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈക്കമാൻഡ് നൽകുമെന്ന രാഘവന്റെ പ്രസ്താവനയോടെ പണത്തിന്റെ സ്രോതസ് എവിടെയെന്ന ചോദ്യവും ഉയരുന്നു. എന്നാൽ ഇതിനൊന്നും കോൺഗ്രസിന് മറുപടിയുണ്ടായിരുന്നില്ല. സൗമ്യനായെത്തിയ MK രാഘവന്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത് നാടകീയ രംഗങ്ങളോടെയായിരുന്നു. മേഘമാധവൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായി ദിലീപ് ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളോടും ഇന്ന് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രതികളും ഹാജരായാൽ പ്രാരംഭവാദം ഉൾപ്പെടെ നടപടികളിലേക്ക് കോടതി കടക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് CBI കോടതിയിലേക്ക് മാറ്റിയത്. വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്നുള്ള ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഹൈക്കോടതി നടപടി. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി വിചാരണ കോടതിക്ക് നൽകിയിരുന്ന നിർദ്ദേശം.
കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിയണമെന്ന ദില്ലി ഹൈക്കോടതി വിധി പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് ഹൌസ് പാട്ടത്തിനെടുത്ത അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് ആണ് കെട്ടിടം ഒഴിയണമെന്ന ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അസോസിയേറ്റഡ് ജേർണലിനോട് കെട്ടിടം ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോൺഗ്രസിനെതിരായിരുന്നു വിധി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി, ജസ്റ്റിസുമാരായ സഞ്ജയ് ഖന്ന, ദീപക് ഗുപ്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തും. സിറ്റിംഗ് MP കൂടിയായ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വേണ്ടി രണ്ടിടങ്ങളിൽ കോടിയേരി വോട്ട് അഭ്യർത്ഥിക്കും. വൈകിട്ട് 3 മണിക്ക് മുരിക്കാശ്ശേരിയിലും തുടർന്ന് രാജാക്കാട്ടും നടക്കുന്ന പരിപാടികൾ കോടിയേരി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ മുസ്ലിം പള്ളികളിൽ CPIM ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയവർ കൊടുങ്ങും. വ്യാജ വാർത്തയുടെ ഉറവിടം കണ്ടെത്തണമെന്നും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് പരാതി നൽകിയത്. തിരഞ്ഞെടുപ്പ് കാലമായതോടെ മതസ്പർദ്ധ വളർത്തുക ലക്ഷ്യം വച്ച് വ്യാപകമായ നുണപ്രചരണമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്നത്. CPIMനെതിരെയും LDF നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരെയുമാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം. കണ്ണൂർ ജില്ലയിൽ മുസ്ലിം പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നു, പള്ളിയിൽ ഖബറടക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ്. CPIM നേതാക്കളെ കൊലയാളികൾ എന്ന് മുദ്രകുത്തിയുള്ളതാണ് മറ്റൊരു പ്രചരണം. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഇത്തരം പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ തെളിവായി നൽകിയാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരാതി നൽകിയത്. ചില സ്ഥലപ്പേരുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തികച്ചും വ്യാജമായ പ്രചാരവേലയാണ് നടത്തുന്നത്. അത് നടത്തുന്നവരുടെ ലക്ഷ്യം നാട്ടിൽ സാമുദായികമായ സ്പർദ്ധ ഇളക്കി വിടാനാണ്, മതവൈര്യം സൃഷ്ടിക്കാനാണ്. വ്യാജ പ്രചാരവേലയും കള്ളവും പ്രചരിപ്പിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ UDF ആണ്. ഈ പ്രചാരവേല നടത്തുന്ന കേന്ദ്രം കണ്ടെത്തണം. UDF ആണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിന് പിന്നിലെന്ന് CPIM ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, DGP, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ജനപ്രാതിനിധ്യ നിയമം, IT ആക്ട് തുടങ്ങിയവ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ കേസെടുക്കണം എന്നാണ് പരാതിയിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. UDF കൺവീനറും ചാലക്കുടി സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹ്നാനി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പുലർച്ചെ ആൻജിയോപ്ലാസ്റ്റിക്കും ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കി. പാട്ടും നൃത്തവുമായി ആഘോഷരാവൊരുക്കി കൈരളി TV കോട്ടക്കൽ ഫെസ്റ്റ്. ചലച്ചിത്ര പിന്നണി റിയാലിറ്റി ഷോ താരങ്ങൾ വേദിയിലെത്തിയതോടെ കോട്ടക്കൽ ആവേശക്കടലായി. ആവേശം നിറഞ്ഞ ചുവടുകളോടൊപ്പം ജനപ്രിയ ഗായകരുമെത്തിയതോടെ കോട്ടക്കൽ അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. കുട്ടിപ്പട്ടുറുമാൽ ഫെയും യുംന അജിൻ, പിന്നണി ഗായകരായ നജിം അർഷാദ്, ശ്രീനാഥ് ശിവശങ്കരൻ, ജിഷ നവീൻ തുടങ്ങിയവർ ഇശൽ മഴ പെയ്യിച്ച രാവിൽ റിമി ടോമി എത്തിയത് ആവേശം വാനോളമുയർത്തി. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരുക്കി വന്ന പാട്ടല്ല, പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോ തോന്നി പാടാൻ. കോട്ടക്കൽ ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് കൈരളി TV ആഘോഷരാവൊരുക്കിയത്. ചടങ്ങിൽ PM വാര്യർ, UA നസീർ, NAMK ഫൗണ്ടേഷൻ ചെയർമാൻ NA മമ്മൂട്ടി തുടങ്ങിയവരെ ആദരിച്ചു. കൈരളി TV മാർക്കറ്റിംഗ് വിഭാഗം തലവന്മാരായ B പ്രതാപ് ചന്ദർ, AS ജയശങ്കർ, AJ പീറ്റർ, അജയൻ അമ്പലപ്പാട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്.
വടകരയെ ആവേശക്കടലാക്കി LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പൊതുപര്യടനം തുടരുന്നു. പേരാമ്പ്ര മണ്ഡലത്തിൽ ആവേശകരമായ വരവേൽപ്പാണ് P. ജയരാജന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പൊതുപര്യടനത്തിനോടൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. പേരാമ്പ്രയിലെ ഒരു ഗ്രാമത്തിൽ P. ജയരാജനെ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതിൽ യുവാക്കളുടെ സാന്നിധ്യം കാണാം. യുവതികളുണ്ട്, പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികൾ വരെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ മലയോര മേഖലയിൽ നിന്നായിരുന്നു P. ജയരാജന്റെ പര്യടനം ആരംഭിച്ചത്. ഓരോ കേന്ദ്രത്തിലും നൂറുകണക്കിന് പേർ പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തി. കൊടുംചൂടിനെ പോലും വകവെക്കാതെയായിരുന്നു വോട്ടർമാർ P. ജയരാജനെ സ്വീകരിക്കാനെത്തിയത്. പ്രായമായവരും കുട്ടികളും യുവാക്കളുമെല്ലാം സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. വടകര തിരിച്ചുപിടിക്കുമെന്ന് P. ജയരാജൻ പറഞ്ഞു. വടകര ഇത്തവണ തിരിച്ചുപിടിക്കും. അത് ഇത്രയും ദിവസങ്ങളിലെ പ്രവർത്തനാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ പറ്റും. വടകര ഇപ്പോൾ ഈ തവണ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും, നല്ല ഭൂരിപക്ഷത്തോടെ. UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പൊതുപര്യടനത്തിനൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. NDA സ്ഥാനാർത്ഥി VK സജീവനും പൊതുപര്യടനം ആരംഭിച്ചു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ, കോഴിക്കോട്. ഇന്നസെന്റിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കുട്ടികളുടെ കലാസംഘം. പെരുമ്പാവൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് തെരുവ് നാടകവും പാട്ടുകളുമായി ബാലസംഘത്തിലെ കുട്ടികളെത്തിയത്. രാജ്യത്തെ സമാധാനം നശിപ്പിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ പ്രചാരണം കാണാൻ നാട്ടുകാരും എത്തി. വെമുല മുതൽ ജമ്മു കാശ്മീരിലെ ആസിഫ് വരെ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തെ ബാല്യങ്ങളുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തിയ സംഘപരിവാർ രാഷ്ട്രീയത്തെ കുട്ടികൾ വരച്ചുകാട്ടി. ആ കള്ളമാപ്പിളയുടെ കഥ ഇന്ന് തീരണം. ഇന്ത്യ ഹിന്ദുവിന്റെ ഭാരത് മാതാ കീ ജയ്. നിന്റെ പശുവർച്ചയല്ലേ? ഞങ്ങളുടെ ഗോമാതാവിനെ കൊന്ന അവിശ്വാസി പിടിക്കണേ, വേനൽ തുമ്പി കലാജാഥകളുമായി എല്ലാ അവധിക്കാലത്തും ബാലസംഘം എത്താറുണ്ട്. എന്നാൽ ഇടമഴ പെയ്തു തണുത്ത പെരുമ്പാവൂരിൽ ഇക്കുറി വേനൽ തുമ്പികൾ എത്തിയത് ഇന്നസെന്റിന് വേണ്ടിയായിരുന്നു. രാജ്യത്തെ 5 വർഷം കൊണ്ട് തകർത്തെറിഞ്ഞ മോദി സർക്കാരിന്റെ നോട്ട് നിരോധനവും കർഷക ആത്മഹത്യയും സ്ത്രീ പീഡനങ്ങളും എല്ലാം കുട്ടികൾ കഥകളായും കവിതകളായും നാടകങ്ങളായും അവതരിപ്പിച്ചു. രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക കൈകളിലേന്തി പിൻപേ വരുന്നവർക്കു വേണ്ടി അലകടലിൻ ഉച്ചത്തിൽ ആർത്തു വിളിച്ചവൻ അഭിമന്യു. കുട്ടികളുടെ പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് പെരുമ്പാവൂരിൽ ലഭിച്ചത്. ബസ്സിൽ കടന്നുപോകുന്ന യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും വാഹനം നിർത്തി പരിപാടികൾ ആസ്വദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കണമെങ്കിൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ മല്ലപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മണ്ഡലത്തിൽ എത്തിച്ചേർന്നത്. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ മല്ലപ്പള്ളി ടൗണിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ എത്തിയതോടെ ആവേശം വാനോളമായി. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. നമ്മുടെ രാജ്യം ഇത് ചെന്നെത്തിയിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. ഇവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ജനാധിപത്യം നിലനിൽക്കാൻ പോകുന്നുള്ളൂ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ BJP അധികാരത്തിൽ പോകണം. അത് സാധിക്കണമെങ്കിൽ ഈ ഗവൺമെന്റ് പുറത്താക്കി കേന്ദ്രത്തിൽ ഒരു ശക്തമായ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണം. അത് സാധിക്കണമെങ്കിൽ അടുത്ത ലോകസഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം. കോൺഗ്രസിന് ഈ BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിന് സാധിക്കുകയില്ല.
മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനവും കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ MLA മാത്യു ടി തോമസ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനന്തഗോപൻ, ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, CPI ജില്ലാ സെക്രട്ടറി AP ജയൻ, അഡ്വക്കേറ്റ് R സനൽകുമാർ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പുതുതലമുറയുടെ വോട്ട് തേടിയാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ പ്രചരണം മുന്നേറുമ്പോൾ പുതിയ വോട്ടർമാരെയും മാറ്റം ആഗ്രഹിക്കുന്നവരുടെയും പ്രതീക്ഷയും മാറാൻ സാനുവിന് കഴിഞ്ഞു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ സാനു വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് കന്നി വോട്ടർമാർക്ക്. രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു തുടങ്ങിയ തലമുറ മലപ്പുറത്തും മാറ്റം ആഗ്രഹിച്ചു തുടങ്ങി. അധികാരം ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവർക്കിടയിൽ നിന്നും ഞങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഒരു ഉയർന്നു വന്ന ആളാണ് സാനുക്ക. അപ്പോൾ ഒരു മതനിരപേക്ഷതയുള്ള ഒരു സർക്കാരാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു യുവജന പ്രതിഭ എന്ന നിലയിൽ സാനുക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് മലപ്പുറം മണ്ഡലത്തിൽ വസിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിടയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും പ്രാവശ്യം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഉറപ്പായി സാനുക്കാക്കന്നെ വോട്ട് ചെയ്യും. യുവതലമുറ ആവേശത്തോടെ സാനുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. 3 തവണ മണ്ഡല പര്യടനം പൂർത്തീകരിച്ച് പ്രചരണത്തിൽ സാനു ഏറെ മുന്നോട്ടുപോയി. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി വയനാട്ടിലായിരുന്നതിനാൽ ഇന്നും പ്രചരണത്തിനില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ജനാധിപത്യ സംസ്കാരം സംഘപരിവാറിന് തൊട്ടു തീണ്ടിയിട്ടില്ലെന്നും MA ബേബി. എന്നാൽ ഇതിനെ നേരിടാൻ ചരിത്രപരമായ ബാധ്യതയുള്ള കോൺഗ്രസ് അത് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ വർഗീയതയാണ് കോൺഗ്രസ് പ്രകടന പത്രികയെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. പെരുമ്പാവൂരിൽ നടന്ന ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ജനാധിപത്യ സംസ്കാരം സംഘപരിവാറിന് തൊട്ടു തീണ്ടിയിട്ടില്ല. അതിനെ വിമർശിച്ച് തുറന്നുകാട്ടാൻ ചരിത്രപരമായി ചുമതലയുള്ള കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യങ്ങൾ മറന്നുകൊണ്ട് BJP ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ന്യൂനപക്ഷത്തിന്റെ കാര്യമൊന്നും അധികം പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ നിലപാടിൽ നിൽക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എന്നതിന്റെ തെളിവാണ് ഇന്നലെ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ വീര്യം കുറഞ്ഞ വർഗീയതയുടെ ഒരു പ്രകടന പത്രികയായി കൂടിയാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുങ്ങാൻ നിൽക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചവറ ഇടപ്പള്ളിക്കോട്ടയിലും അഞ്ചാലുമൂട്ടിലും കണ്ണനല്ലൂരിലും രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുകൂടിയ ജനങ്ങൾക്ക് മുമ്പാകെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന സംശുദ്ധവും സത്യസന്ധവുമായ പൊതുപ്രവർത്തനങ്ങളെ പ്രതിപാദിച്ചത്. 3 വർഷം മുമ്പ് TV തുറന്നുവെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിനായതും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വർഗീയത പരത്തുന്ന BJP രാഷ്ട്രീയവും പിണറായി വിജയൻ അക്കം വിട്ട് നിരത്തി. കാലുമാറ്റ രാഷ്ട്രീയക്കാരെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. BJP നേതാക്കൾ ഇവർ പലരും നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നവരാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? അതിന് ഏതെങ്കിലും മാറ്റം കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പോഴും അത് തുടരുകയാണല്ലോ. ആര് എപ്പോ BJPയിലെത്തും എന്നത് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ആയിരക്കണക്കിന് പേരാണ് ചവറ ഇടപ്പള്ളിക്കോട്ടയിലും അഞ്ചാലുമൂടും കണ്ണനല്ലൂരിലും രാഷ്ട്രീയ ഭേദമന്യേ തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മധുരരാജ രാജയുടെ 2ാം വരവാണെന്ന് സിനിമയിലെ നായകൻ മമ്മൂട്ടി. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന സിനിമയാണ് മധുരരാജയെന്നും എല്ലാ തരക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും ഇതെന്നും മമ്മൂട്ടി പറഞ്ഞു. മധുരരാജ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദുബായ് ബുർജ് ഖലീഫയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. രാജയുടെ 2ാം വരവാണ് മധുരരാജയെന്ന് മമ്മൂട്ടി പറഞ്ഞു.
എല്ലാത്തരം ആൾക്കാരെയും എല്ലാ പ്രായത്തിലുള്ളവരെയും ആകർഷിക്കുന്ന സിനിമയാകും ഇത്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സിനിമ കൂടിയാണ് മധുരരാജ് എന്ന് മമ്മൂട്ടി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായ് ബുർജ് ഖലീഫയിലെ അർമാനി ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. പറയാൻ പറ്റില്ല, രാജയുടെ രണ്ടാം വരവാണ്. രാജ മാത്രമേ രാജയെ 2-3 സമയങ്ങളിൽ ഓർക്കുന്നുണ്ടാവില്ല. പോക്കറ്റ് രാജ ആദ്യപ്പെട്ടു. അതിൽ മനോഹരൻ മംഗളോദയവും പിന്നെ അമ്മാവൻ ക്യാരക്ടർ, അച്ഛന്റെ ക്യാരക്ടർ നെടുമുടി വേണു ചെയ്ത റോളും പിന്നെ വിജയരാഘവന്റെ ക്യാരക്ടറും ഈ പടത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. മധുരരാജയുടെ അണിയറ പ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ അനുഭവങ്ങളുമായി എത്തുന്ന മധുരരാജ എല്ലാ അർത്ഥത്തിലും വിഷുക്കണിയായി മാറുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. അഭിനേതാക്കളായ സലീം കുമാർ, അനുശ്രീ, രമേഷ് പിഷാരടി, ബൈജു ജോൺസൺ, ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയ്ൻ, നിർമ്മാതാവ് നെൽസൺ, മിഥുൻ രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈശാഖ് സംവിധാനം ചെയ്ത മധുരരാജ ഏപ്രിൽ 12-നാണ് ലോകത്തെല്ലായിടത്തുമുള്ള തിയേറ്ററുകളിലെത്തുക. ടി ജമാലുദ്ദീൻ, ദുബായ്. നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി LK അദ്വാനി. ആദ്യം രാജ്യം, പിന്നെ പാർട്ടി, അതിനുശേഷം മാത്രം വ്യക്തികളെന്ന് അദ്വാനി. വിയോജിക്കുന്നവരെ രാജ്യവിരുദ്ധരായി കാണുന്ന പാർട്ടി നിലപാട് അല്ലെന്നും BJP സ്ഥാപക ദിനത്തോടനുബന്ധിച്ചെഴുതിയ ബ്ലോഗിൽ അദ്ദേഹം വ്യക്തമാക്കി. അദ്വാനിയാണ് പാർട്ടി സ്ഥാപകനെന്നും അദ്വാനി ഈ വരികളിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നേതൃരംഗത്തുനിന്നും മോദി അകറ്റി നിർത്തിയ LK അദ്വാനി മൗനം വെടിഞ്ഞ് വിമർശനവുമായി രംഗത്തെത്തി. പാർട്ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എഴുതിയ ബ്ലോഗിൽ BJPയുടെ ഇപ്പോഴത്തെ പോക്കിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് BJP സ്ഥാപിച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലെന്ന് പരോക്ഷമായി ചൂണ്ടിക്കാട്ടി തുടങ്ങുന്ന ബ്ലോഗിൽ വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വിയോജിക്കുന്നവരെ രാജ്യവിരുദ്ധരായി കാണുന്നതല്ല നയം. ആദ്യം രാജ്യം, പിന്നീട് പാർട്ടി, അതിനുശേഷം വ്യക്തി എന്ന ആശയത്തിലാണ് BJP സ്ഥാപിച്ചതെന്നും മോദിയുടെ ഏകാധിപത്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് LK അദ്വാനി തുറന്നെഴുതുന്നു. ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന പാർട്ടിയാണ് BJP എന്നും മോദി, അമിത്ഷാ നേതൃത്വത്തെ അദ്വാനി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനു ശേഷം എഴുതുന്ന ആദ്യ ബ്ലോഗിൽ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറയുന്നുണ്ട്. മോദി പ്രധാനമന്ത്രിയായതോടെ അദ്വാനിയെ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഒഴിവാക്കി. ഏറ്റവും അവസാനം ലോക്സഭാ സീറ്റ് പോലും പഴയ ഗുരുനാഥന് നരേന്ദ്രമോദി നൽകിയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി.